Good afternoon, students. മിസ്സ് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ളതിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കുക കേട്ടോ. അന്നേരം നമുക്ക് മെയിൻ ടോപ്പിക്ക് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ്റെ ആയിരുന്നു അല്ലേ. കൺസ്ട്രക്ഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിപ്പിക്കാനായിരുന്നു. കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഉണ്ട്. പക്ഷെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്നത് സിമ്പിളും അൺവെയ്റ്റഡുമാണ്, വെയ്റ്റഡും അൺവെയ്റ്റഡുമാണ്. പക്ഷേ മിസ്സ് എല്ലാ ടൈപ്സും നിങ്ങളെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടോപ്പിക്ക് സിമ്പിൾ ഓർ അൺവെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്. എന്താണ് നെക്സ്റ്റ് ടോപ്പിക്ക്? ഏതാണ്? സിമ്പിൾ ഓർ അൺവെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്. നോക്കിക്കേ. As discussed above, the relative index is useful to measure price changes over a period of time for individual items. അല്ലേ, നമ്മൾ റിലേറ്റീവ് ഇൻഡെക്സിൽ എന്തുവാ പഠിച്ചേ? അത് എന്തിനു വേണ്ടി യൂസ്ഫുൾ ആയിരുന്നു? ഈസ് യൂസ്ഫുൾ ടു മെഷർ പ്രൈസ് ചേഞ്ചസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഫോർ ഇൻഡിവിജ്വൽ ഐറ്റംസ്. ഒരു ഇൻഡിവിജ്വൽ ഐറ്റത്തിൻ്റെ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് 2000 എന്താണോ അതിൻ്റെ പ്രൈസ് റേറ്റ് കാര്യങ്ങൾ, അത് 2021 ആയപ്പോൾ ആ സെയിം പ്രൈസസിന് അല്ലെങ്കിൽ സെയിം പ്രോഡക്റ്റിൻ്റെ പ്രൈസസിന് സംഭവിച്ച ചേഞ്ചസ് അല്ലേ, അതായത് നമ്മൾ റിലേറ്റീവ് ഇൻഡെക്സിൽ കൂടി പഠിച്ചത്. അതായത് ഒരു ഇൻഡിവിജ്വൽ ഐറ്റത്തിന് വന്ന ചേഞ്ചസ്, ടൈം പീരീഡിനനുസരിച്ച് വരുന്ന പ്രൈസ് ചേഞ്ചസ് ആയിരുന്നു റിലേറ്റീവ് ഇൻഡെക്സ് പഠിച്ചത്. എന്നാൽ അൺവെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്, അതിൻ്റെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തിന് ടൈം പീരീഡിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് ചേഞ്ചസ് ആവുന്നത് എങ്ങനെയാണ്, അതാണ് നമ്മൾ ഏത് പഠിക്കുന്നത്? അൺവെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ് പഠിക്കുന്നത്. അപ്പോൾ റിലേറ്റീവ് ഇൻഡെക്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു മെഷർ പ്രൈസ് ചേഞ്ചസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഫോർ ഇൻഡിവിജ്വൽ ഐറ്റംസ്. ഒരു ഇൻഡിവിജ്വൽ ഐറ്റത്തിൻ്റെ ടൈം പീരീഡ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് എത്രത്തോളം ചേഞ്ച് ആവുന്നുണ്ട് അത് മെഷർ ചെയ്യുന്നതായിരുന്നു അല്ലേ. Then, but if you want to construct an index to be based on the price change for a group of items such as housing, food, medical care cost, stock market and transportation etc. അപ്പം കുറേ എക്സാമ്പിൾ കൊടുത്തിരിക്കുക. നമുക്കിനി സിമ്പിൾ അല്ലെങ്കിൽ അൺവെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടി? ടു കൺസ്ട്രക്ട് ആൻ ഇൻഡെക്സ് ടു ബി ബേസ്ഡ് ഓൺ ദ പ്രൈസ് ചേഞ്ച് ഫോർ എ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തിൻ്റെ പ്രൈസ് ചേഞ്ചിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻഡെക്സ് കൺസ്ട്രക്ഷൻസിനെയാണ് സിമ്പിൾ ഓർ അൺവെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ആ ഗ്രൂപ്പ് ഓഫ് ഐറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? ഹൗസിംഗ്, ഫുഡ്, മെഡിക്കൽ കെയർ കോസ്റ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ആണ് അല്ലേ, അങ്ങനത്തെ. ദെൻ we as an aggregated index, the purpose of aggregated index is to measure the collective change in a group of item. അപ്പോൾ അഗ്രിഗേറ്റീവ് ഇൻഡെക്സിൻ്റെ പർപ്പസ് എന്താണ്? ഈസ് ടു മെഷർ ദ കളക്റ്റീവ് ചേഞ്ച് ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഐറ്റം. ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തിൻ്റെ കളക്റ്റീവ് ചേഞ്ച് മെഷർ ചെയ്യുക. that is the purpose of aggregative index. അതാണ് അഗ്രിഗേറ്റീവ് ഇൻഡെക്സിൻ്റെ പർപ്പസ്. This method consists of expressing aggregate of price in any year as a percentage of their aggregate in base year. ബേസ് ഇയറിൻ്റെ പെർസെൻറ്റേജ് അഗ്രിഗേറ്റ് ഇതാക്കിക്കൊണ്ട് ഒരു ഏത് ഇയറിലാണെങ്കിലും അതിൻ്റെ പ്രൈസ് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് ഈ മെത്തേഡോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, എ സിമ്പിൾ അഗ്രിഗേറ്റീവ് ഇൻഡെക്സ് ഈസ് കൺസ്ട്രക്റ്റഡ് ആസ് ഫോളോസ്. ഒരു സിമ്പിൾ അഗ്രിഗേറ്റീവ് ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹൗ ടു കാൽക്കുലേറ്റ്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? നമ്മൾ റിലേറ്റീവ് ഇൻഡെക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തേ? പ്രൈസ് ചേഞ്ചസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ കാണും? Pn ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100 അല്ലേ. ക്വാണ്ടിറ്റി ആണെങ്കിൽ Qn ഡിവൈഡഡ് ബൈ Q0 ഇൻറ്റു 100 അല്ലേ. അതേപോലെ തന്നെ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? In equal to summation of Pn divided by summation of P0 into 100. എന്താണ്? റിലേറ്റീവ് ഇൻഡെക്സിൽ നിന്നും ഇവിടെ സമ്മേഷൻ വരും. കാരണം റിലേറ്റീവ് ഇൻഡെക്സിൽ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഐറ്റത്തിൻ്റെ ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? അതിൻ്റെ പ്രൈസ് ചേഞ്ചസും ക്വാണ്ടിറ്റി ചേഞ്ചസും ഒക്കെ കണ്ടുപിടിച്ചത്. എന്നാൽ സിമ്പിൾ ഓർ അൺവെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്രൂപ്പ് ഓഫ് ഐറ്റം. ഗ്രൂപ്പ് ഓഫ് ഐറ്റം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഐറ്റം. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ താഴെ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. 2000 പ്രോഡക്റ്റിൻ്റെയും 2008 അതിന് വന്ന പ്രൈസ് ചേഞ്ചസ് നമുക്ക് തന്നിട്ട് അതിൻ്റെ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് കാണാൻ പറഞ്ഞാൽ 2000 നമുക്ക് P0 ആയിട്ട് കൺസിഡർ ചെയ്യാം, പിന്നെ 2008 Pn ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ P0യിൽ എത്ര പ്രൈസ്
അവർ തന്നിട്ടുണ്ടോ അത് സം ചെയ്യുക, ഓരോന്നും സം ചെയ്യുക. അതുപോലെ തന്നെ പി എനും സം ചെയ്യുക. ദെൻ സമ്മേഷൻ ഓഫ് പി എൻ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് പി 0 ഇൻറ്റു 100. അപ്പം സിമ്പിൾ ഓർ അൺവെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഇൻ ടൈം പീരീഡ് എൻ എന്ന് പറയുന്ന ടൈം പീരീഡിനുള്ളിലുള്ള പ്രൈസ് ഇൻഡെക്സ് നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബൈ യൂസിങ് സിമ്പിൾ ഓർ അൺവെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് പി എൻ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് 0 ഇൻറ്റു 100 വെയർ IN represents unweighted aggregate index. IN represent ചെയ്യുന്നത് എന്താണ്? IN ഈക്വൽ ടു സമ്മേഷൻ ഓഫ് പി എൻ ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് പി 0 ഇൻറ്റു 100 ആണല്ലേ. IN റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? അൺവെയ്റ്റഡ് അഗ്രിഗേറ്റീവ് ഇൻഡെക്സ്. അൺവെയ്റ്റഡ് അഗ്രിഗേറ്റീവ് ഇൻഡെക്സ്. Summation of P0 represents sum of unit price for a base period 0. ബേസ് പീരീഡ് 0യിലുള്ള പ്രൈസസിൻ്റെ സം, അതാണ് സമ്മേഷൻ ഓഫ് P0. ആൻഡ് സമ്മേഷൻ ഓഫ് PN എന്ന് പറയുന്നത് എന്താണ്? റെപ്രസെൻറ്റ് സം ഓഫ് യൂണിറ്റ് പ്രൈസ് ഫോർ കറണ്ട് പീരീഡ് N. തന്നിരിക്കുന്ന കറണ്ട് പീരീഡ് എന്നിൽ എത്ര പ്രൈസാണ് തന്നിരിക്കുന്നത് അത്രയും പ്രൈസസിൻ്റെ സം, ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് PN. ഓക്കെ, അപ്പോൾ പ്രൈസ് ഇൻഡെക്സ് നമ്പർ അറ്റ് ദ ടൈം പീരീഡ് N മനസ്സിലായല്ലോ. ഇൻ ദ ടൈം പീരീഡ് N IN equal to summation of PN divided by summation of P0 into 100. Quantity index എങ്ങനെ വരും? Quantity index number in time period N. ടൈം പീരീഡ് എന്നിലുള്ള ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ എന്ത് ചെയ്താൽ മതി? പിയുടെ സ്ഥാനത്ത് ക്യൂ ആക്കിയാൽ മതി അല്ലേ. അപ്പം IN ഈക്വൽ ടു സമ്മേഷൻ ഓഫ് QN ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് Q0 ഇൻറ്റു 100. സെയിം സാധനം, പ്രൈസ് ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെ. പ്രൈസിന് P വരുന്നു, ക്വാണ്ടിറ്റിക്ക് Q വരുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ബോക്സ് ആക്കി എഴുതണം. സിംഗിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് എന്താണെന്ന് ജസ്റ്റ് ഡെഫിനിഷൻ എഴുതുക. അതിൻ്റെ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഇൻ ടൈം പീരീഡും ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ ഇൻ ടൈം പീരീഡും ബോക്സിലാക്കി ഇക്വേഷൻ എഴുതുക. IN എന്താണ്, PN എന്താണ്, P0 എന്താണ്, QN എന്താണ്, Q0 എന്താണെന്നൊക്കെ സെപ്പറേറ്റും ഓർത്തിരിക്കുക. ദെൻ ഇവിടെ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ മിസ് പറഞ്ഞ അതിൻ്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത്. എ മാനുഫാക്ചർ പർച്ചേസസ് ഫോർ ഡിസ്റ്റൻറ്റ് റോ മെറ്റീരിയൽ that differ in unit price as given below. കമ്മോഡിറ്റി തന്നിട്ടുണ്ട് ABCD. യൂണിറ്റ് പ്രൈസ് ഇയർ ഇൻ 2000. എ എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് 3.20, ബിയുടെ 1.70, സിയുടെ 148.10, ഡി എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ 34. ഇതായിരുന്നു 2000 അവരുടെ യൂണിറ്റ് പ്രൈസ്. എന്നാൽ 2008 വന്നപ്പോൾ എക്ക് 3.8 ആയി, ബി 2.1 ആയി, സി 149.50 ആയി, ഡി 45 ആയി. ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ആൻഡ് അൺവെയ്റ്റഡ് അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് ഫോർ ഇയർ 2008 യൂസിങ് ഇയർ 2000 ആസ് എ ബേസ് പീരീഡ്. 2000 ബേസ് പീരീഡ് ആക്കിക്കൊണ്ട് 2008 അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് അൺവെയ്റ്റഡ് അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? P0 2000 ആണെന്ന് അറിയാം അല്ലേ. PN എന്ന് പറയുന്നത് 2008 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ കാൽക്കുലേറ്റ് ചെയ്യുക? സമ്മേഷൻ ഓഫ് P0യും സമ്മേഷൻ ഓഫ് PNും കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ സമ്മേഷൻ ഓഫ് PN ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് P0 ഇൻറ്റു 100. അപ്പോൾ ഈ ടേബിളിനെ നമുക്ക് എങ്ങനെ എഴുതാം? കമോഡിറ്റി എഴുതി, ദെൻ അതിനുശേഷം യൂണിറ്റ് പ്രൈസ് എഴുതി, യൂണിറ്റ് പ്രൈസ് ഇൻ ഇയർ 2000 എഴുതി, യൂണിറ്റ് പ്രൈസ് ഇയർ 2008 എഴുതി. ദെൻ ടോട്ടലിന് പറഞ്ഞ താഴെ കോളം കണ്ടോ, ലാസ്റ്റ് റോ കണ്ടോ, ടോട്ടലിൻ്റെ അകത്ത് സമ്മേഷൻ ഓഫ് P0 ചെയ്തു. സമ്മേഷൻ ഓഫ് P0 എന്ന് പറയുമ്പോൾ 2000 ആയിരുന്നു നമ്മൾ P0 ആയിട്ട് കൺസിഡർ ചെയ്തത് ബേസ് ഇയർ ആയിട്ട്. സോ സമ്മേഷൻ ഓഫ് P0 എന്ന് പറയുമ്പോൾ എന്ത് വരും? 3.20 പ്ലസ് 1.70 പ്ലസ് 148.10 പ്ലസ് 34, ദാറ്റ് ഈസ് 187. അപ്പോൾ സമ്മേഷൻ ഓഫ് P0 നമുക്ക് 187 കിട്ടി. ഇനി എന്ത് കാണണം? സമ്മേഷൻ ഓഫ് PN എന്താ? കറണ്ട് ടൈം പീരീഡ് ഇയർ ഏതാ? 2008. അപ്പോൾ അവിടെ എങ്ങനെ വരും? സമ്മേഷൻ ഓഫ് PN എന്ന് പറയുന്നത് എങ്ങനെ വരും? 3.8 പ്ലസ് 2.1 പ്ലസ് 149.50 പ്ലസ് 45, ദാറ്റ് ഈസ് 200.4. അപ്പോൾ സമ്മേഷൻ ഓഫ് P0 187 കിട്ടി. സമ്മേഷൻ ഓഫ് PN എന്ന് പറയുന്നത് എന്ത് കിട്ടി? 200.4 കിട്ടി. Therefore, the index number of year 2008 on the base year 2000നെ ബേസ് ഇയർ ആക്കിക്കൊണ്ടുള്ള 2008 ഇൻഡെക്സ് നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? IN എന്ന് പറയുന്നത് എന്താണ്? 2008 ഈക്വൽ ടു സമ്മേഷൻ ഓഫ് PN ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് P0 ഇൻറ്റു 100. അപ്പം
ഡയറക്റ്റ് വാല്യൂ ഇട്ട് കൊടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു 200.4 ഡിവൈഡഡ് ബൈ 187 ഇൻറ്റു 100. അപ്പോൾ എന്ത് വരും? 107.165. അപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കിട്ടി. എന്താണ്? 107.2. ഓക്കെ. ഇൻഡെക്സ് നമ്പർ ഓഫ് ഇയർ 2008 നമുക്ക് എത്ര കിട്ടി? അപ്രോക്സിമേറ്റ് 107.2. From the above example, we can conclude that the price index number of year 2008 has only increased by 7.2% over the period of 2000 to 2008. അല്ലേ? അപ്പോൾ നമുക്ക് 2008 ഇൻഡെക്സ് നമ്പർ കിട്ടി. അപ്പം നമുക്ക് അതിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? എത്ര പെർസെൻറ്റേജ് 2000 നിന്നും 2008 എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത്, അല്ലേ? അപ്പോൾ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് അവിടെ നടന്നേക്കുന്നത്? 7.2. ഇപ്പോൾ ചില കേസസിൽ നിങ്ങളോട് സിമ്പിൾ അഗ്രിഗേറ്റീവ് അല്ലെങ്കിൽ അൺവെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ് ഇൻ പ്രൈസിൽ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മാത്രം കണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ദെൻ അതിനുശേഷം പിന്നെ ഇത് ജസ്റ്റ് ആ രണ്ടൊരു പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇത് കമോഡിറ്റി റിലേറ്റ് ചെയ്ത് അവർ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കേട്ടോ. ജസ്റ്റ് മെയിനായിട്ട് ഇവിടം വരെ നമുക്കുള്ളൂ. ദെൻ അടുത്ത് നോക്കിക്കേ, സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡ്. റിലേറ്റീവ് മെത്തേഡ്സിൻ്റെ സിമ്പിൾ ആവറേജ് എങ്ങനെ? സിമ്പിൾ ആവറേജ് നെക്സ്റ്റ് ടോപ്പിക് കേട്ടോ. സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡ്സ് നോക്കി. ടു അഡ്രസ് ദ കൺസേൺസ് ഷെയർഡ് ഫോർ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ്, ലെറ്റ് us construct സാമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സ്. നമുക്കൊരു സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യണം? ഒരു സാമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സിൻ്റെ സാമ്പിൾ ആവറേജ് കൺസ്ട്രക്ട് ചെയ്യണം. ഇൻ ദിസ് മെത്തേഡ് we shall convert price of each commodity in table 1 into percentage of the base period. അപ്പം ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവറേജ് സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡ്സ്, ഈ റിലേറ്റീവ് മെത്തേഡിൻ്റെ സിമ്പിൾ ആവറേജ് കാണണം എന്നുണ്ടെങ്കിൽ ഇതിനെ പെർസെൻറ്റേജിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. എന്താണ്? ഇൻ ദിസ് മെത്തേഡ്, ഈ മെത്തേഡിൽ എന്ത് ചെയ്യണം? വി ഷാൽ കൺവേർട്ട് പ്രൈസ് ഓഫ് ഈച്ച് കമോഡിറ്റി ഇൻ ടേബിൾ 1. ടേബിൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുമ്പേ തന്ന ടേബിൾ ഉണ്ടല്ലോ, ഇതാണ് ടേബിൾ 1. അതിൻ്റെ തന്നെ റിലേറ്റ് ചെയ്തിട്ടാണ്, ആ ടേബിൾ റിലേറ്റ് ചെയ്തിട്ടാണ് അടുത്ത സെക്ഷനിൽ നമ്മളെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിൾ ആവറേജ് മെത്തേഡിലും ആ സെയിം ടേബിളാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, ഇൻ ദിസ് മെത്തേഡ് വി ഷാൽ കൺവേർട്ട് പ്രൈസ് ഓഫ് ഈച്ച് കമോഡിറ്റി ഇൻ ടേബിൾ 1 ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ദ ബേസ് പീരീഡ്. ബേസ് പീരീഡിൻ്റെ പെർസെൻറ്റേജിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണം. Then to construct index number, we shall calculate average of all such relatives, because the index number calculated from relatives will remain the same regardless of the units of each commodity. എന്താണ്? To construct index number construct ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? We shall calculate average of all such relatives. അത് എല്ലാത്തിൻ്റെയും, അങ്ങനെ തന്നിരിക്കുന്ന എല്ലാ റിലേറ്റീവ്സിൻ്റെയും ആവറേജ് കാണണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് ദ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റഡ് ഫ്രം റിലേറ്റീവ്സിൽ നിന്ന് നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വിൽ റിമൈൻ ദ സെയിം റിഗാർഡ്ലെസ് ഓഫ് ദ യൂണിറ്റ്സ് ഓഫ് ഈച്ച് കമ്മോഡിറ്റി. ഓരോ കമ്മോഡിറ്റിയും ചിലപ്പം സെയിം റിഗാർഡ്ലെസ് ഓഫ് ദ യൂണിറ്റ് നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് കാണും? റിലേറ്റീവ്സിൻ്റെ ആവറേജ് ഇൻ പെർസെൻറ്റേജിൽ നമ്മൾ ആവറേജ് കാണും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. കമോഡിറ്റി നമ്മുടെ നേരത്തെ ടേബിൾ അത് തന്നെ ഇവിടെയും കൊടുത്തേക്കുന്നത് കേട്ടോ. കമോഡിറ്റി യൂണിറ്റ് പ്രൈസ് ഇൻ 2000, യൂണിറ്റ് പ്രൈസ് ഇൻ 2008 തന്നു. നമുക്കിവിടെ കണ്ട റിലേറ്റീവ് ഇൻഡെക്സിൻ്റെ ആവറേജ്, സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സ് അല്ലേ. അപ്പോൾ എന്ത് കാണണം? സാധാരണ റിലേറ്റീവ് ഇൻഡെക്സ് എന്താ കാണുന്നത്? PN ഡിവൈഡഡ് ബൈ P0. അപ്പോൾ ഓരോ കമോഡിറ്റിയും സെപ്പറേറ്റ് ആണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പം സെപ്പറേറ്റ് അതിൻ്റെ കമോഡിറ്റി കാണുക. റിലേറ്റീവ് ഇൻഡെക്സ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് അതിൻ്റെ റിലേറ്റീവ് ഇൻഡെക്സ് കാണണം. റിലേറ്റീവ് ഇൻഡെക്സ് നമുക്കറിയാം PN ഡിവൈഡ് ബൈ P0 ഇൻറ്റു 100. ദെൻ സാമ്പിൾ അല്ലെങ്കിൽ അൺവെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡിൽ ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ നമ്മൾ സമ്മേഷൻ ഓഫ് P0യും സമ്മേഷൻ ഓഫ് PNും കണ്ടിട്ട് ഇക്വേഷനിലേക്ക് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? റിലേറ്റീവ് ഇൻഡെക്സ് ആണ്, ഓരോ കമ്മോഡിറ്റിക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണണം.
അതിന് ശേഷമാണ് സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് ഇൻഡെക്സ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് സെപ്പറേറ്റ് റിലേറ്റീവ് ഇൻഡെക്സ് കാണുന്ന ടേബിളാണ് ഈ ഓറഞ്ച് കളർ ടേബിൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ നോക്കിയേ, യൂണിറ്റ് പ്രൈസ് ഇയർ നോക്കിക്കേ, ഇവിടെ 2008 PN ആയിട്ടും 2000 P0 ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ കമോഡിറ്റി എയുടെ റിലേറ്റീവ് ഇൻഡെക്സ് എന്ത് വരും? അപ്പം PN ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100, ദാറ്റ് ഈസ് 3.8 ഡിവൈഡഡ് ബൈ 3.2 ഇൻറ്റു 100, ദാറ്റ് ഈസ് 119. ബി എന്ന് പറയുന്ന കമോഡിറ്റിയുടെ അപ്പം എങ്ങനെ വരും? 2.1 ഡിവൈഡഡ് ബൈ 1.70 ഇൻറ്റു 100, 124. സിമിലർലി സിയും ഡിയും ഇതേപോലെ തന്നെ സിയും ഡിയും. അപ്പോൾ സെപ്പറേറ്റ് എ ബി സി ഡി എന്ന് പറയുന്ന 4 കമോഡിറ്റിക്കും 4 അതിൻ്റെ റിലേറ്റീവ് ഇൻഡെക്സ് കാണുക. ഓക്കെ, ദെൻ അതിനുശേഷം എന്ത് കാണുക? സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് ഇൻഡെക്സ് I2008 എന്ന് പറയുമ്പം ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ആവറേജ് ഉണ്ടല്ലോ, റിലേറ്റീവ് ഇൻഡെക്സിൻ്റെ ആവറേജ് ഉണ്ടല്ലോ, എ എന്ന് പറയുന്ന കമോഡിറ്റിയുടെ റിലേറ്റീവ് ഇൻഡെക്സ് 109, ബിയുടെ 124, സിയുടെ 101, ഡിയുടെ 132. അതിൻ്റെ സം ചെയ്യുക ഡിവൈഡഡ് ബൈ 4. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഐറ്റംസ് അല്ലെങ്കിൽ 4 കമോഡിറ്റി ഇവിടെ ഉള്ളൂ. 5 കമോഡിറ്റി ഉണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 5. അപ്പം സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് ഇൻഡെക്സ് കാണണമെങ്കിൽ സെപ്പറേറ്റ് ഓരോ കമോഡിറ്റിയുടെയും റിലേറ്റീവ് ഇൻഡെക്സ് കണ്ടിട്ട് ആ റിലേറ്റീവ് ഇൻഡെക്സ് എല്ലാം കൂടെ സം ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ഹൗ മെനി ഐറ്റംസ്, ഓർ ഹൗ മെനി കമോഡിറ്റീസ്, എത്ര കമോഡിറ്റി ഉണ്ടോ അല്ലെങ്കിൽ എത്ര ഐറ്റം ഉണ്ടോ അത് അതിൻ്റെ നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഇവിടെ 4 ഐറ്റമേ ഉള്ളൂ. സോ സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് ഇൻഡെക്സ് നമ്മൾ എങ്ങനെ എടുത്തു? I2008 ഈസ് ഈക്വൽ ടു 109 പ്ലസ് 124 പ്ലസ് 101 പ്ലസ് 132 divided by 4, that is 476 by 4 is equal to 119. 119 നമുക്ക് കിട്ടി. അപ്പോൾ 2 ടോപ്പിക്സ് പഠിച്ചു, രണ്ടും സിമ്പിളാണ്. മിസ് പറയുന്ന രീതിയിൽ നിങ്ങളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ദെൻ അതിന് ശേഷമുള്ള ഈ ഒരു ജസ്റ്റ് പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയേക്കണേ. അടുത്ത വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്, അൺവെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത എന്താണ്? വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്. Weighted aggregative method എന്താ പറയുന്നത്? Due to the limitations of methods discussed above, constructing a weighted aggregative index number provides a better and more accurate comparisons when the data items have variations of weights. അതായത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മെത്തേഡിലൊക്കെ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പർ നമുക്ക് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം, ഡിഫറെൻറ്റ് വെയ്റ്റ്സിലുള്ള അല്ലെങ്കിൽ വേരിയേഷൻസ് ഉള്ള ഐറ്റത്തിൻ്റെ ആക്യുറേറ്റ് ഇൻഡെക്സ് നമ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലാണ് നമ്മൾ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കി, സിൻസ് ദ ഇൻഡെക്സ് നമ്പർ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ യൂണിറ്റ്സ് ഇൻ വിച്ച് ദ പ്രൈസസ് ആർ ക്വാർട്ടഡ്, we shall weight price by quantities and price relatives by values. In such cases, use of a weighted index number allows greater importance to be attached to some items. Moreover, the information also includes factors such as quantity sold or quantity consumed for each item. നമ്മൾ ഇത്രയും നേരം ചെയ്തപ്പോൾ പ്രൈസ് ആണെങ്കിൽ പ്രൈസിൻ്റെ സെപ്പറേറ്റ്, പ്രൈസ് ചേഞ്ചസ് ആണെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് ഇൻഡെക്സ് നമ്പർ കാണും, ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് ഇൻഡെക്സ് നമ്പർ നമ്മൾ കാണും അല്ലേ. ഈ കേസസിൽ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡിൽ അതിൻ്റെ വെയ്റ്റും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. സോ നോക്കിക്കേ, ഇതെങ്ങനെ ചെയ്യുന്നത്? ഇൻ ദിസ് മെത്തേഡ് അപ്രോപ്രിയേറ്റ് വെയ്റ്റ്സ് ആർ അസൈൻഡ് ടു ഡിഫറെൻറ്റ് കമോഡിറ്റീസ് ടു മേക്ക് ദം comparable and thus compatible for submission. The advantage of this method of computing index number is that the allotment of weights enables the commodity of greater importance to have more impact on index number. A weighted aggregative index is constructed as weighted aggregative index. മിസ് പറഞ്ഞുതരാം. അൺവെയ്റ്റഡ് അഗ്രിഗേറ്റീവിൽ നമുക്ക് പ്രൈസ് ചേഞ്ച് ആണെങ്കിൽ പ്രൈസ് ചേഞ്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് PN ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് P0 ഇൻറ്റു 100. ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യും? സമ്മേഷൻ ഓഫ് QN ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് Q0 ഇൻറ്റു 100. സിമ്പിൾ അഗ്രിഗേറ്റീവ് റിലേറ്റീവ് മെത്തേഡ് അല്ലേ, എന്തായിരുന്നു ലാസ്റ്റ്? സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡ്. സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡ്സ് നമ്മൾ ഓരോ കമോഡിറ്റിക്കും സെപ്പറേറ്റ് അതിൻ്റെ എന്ത് കണ്ടുപിടിച്ചു? റിലേറ്റീവ് ഇൻഡെക്സ് കണ്ടിട്ട് ലാസ്റ്റിൽ ആ കിട്ടിയ റിലേറ്റീവ് ഇൻഡെക്സ് എല്ലാം കൂടെ സം ചെയ്ത് ഡിവൈഡഡ് ബൈ എത്ര കമോഡിറ്റി ഉണ്ടോ ആ നമ്പർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു.
ദെൻ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡിലാണെങ്കിൽ ഇൻക്ലൂഡ്സ് ബോത്ത് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഇവിടെ പ്രൈസും അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വെയ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡെക്സ് നമ്പർ ഒരു ടൈം പീരീഡ് n IN ഈക്വൽ ടു സമ്മേഷൻ ഓഫ് PNI ഇൻറ്റു QI ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് P0I ഇൻറ്റു QI. ഇത്രയേ ഉള്ളൂ. പ്രൈസും ഒരു ഐറ്റത്തിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റിയും കൂടെ ഇൻറ്റു ചെയ്യുക, പ്ലസ് അടുത്ത ഐറ്റത്തിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റിയും കൂടെ ഇൻറ്റു ചെയ്യുക, പ്ലസ് അടുത്ത ഇതിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റി. അതാണ് സമ്മേഷൻ ഓഫ് PN ഇൻറ്റു QI പറഞ്ഞു. അതേപോലെ തന്നെ സമ്മേഷൻ ഓഫ് P0 ഇൻറ്റു QI. ബേസ് പീരീഡിലുള്ള അതിൻ്റെ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റിയും കാണണം, അതിൻ്റെ സമ്മേഷനും കാണണം. അതേപോലെ തന്നെ നമ്മുടെ കറണ്ട് പീരീഡിലുള്ള പ്രൈസ് ഇൻറ്റു അതിൻ്റെ ക്വാണ്ടിറ്റിയും കാണണം. അപ്പോൾ ഇത്രയും ഇപ്പോൾ 3-4 ഐറ്റംസ് ഉണ്ടെങ്കിൽ ഈ 4 ഐറ്റത്തിൻ്റെയും സെപ്പറേറ്റ് പ്രൈസും ക്വാണ്ടിറ്റിയും മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ അതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യാം. ആ പ്രോസസ്സാണ് ഇവിടെ. അപ്പം വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സമ്മേഷൻ ഓഫ് PNI ഇൻറ്റു QI ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് P0I into QI into 100. Okay, where IN represents weighted aggregative index. IN represent ചെയ്യുന്നത് weighted aggregative indexും QI എന്ന് പറയുന്നത് is the quantity of usage for commodity I. commodity Iയിൽ ഉപയോഗിക്കുന്ന യൂസേജ്, അതായത് ഇപ്പോൾ commodity A ആണെങ്കിൽ QA, that means Aയുടെ ക്വാണ്ടിറ്റി എത്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. P0 എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് യൂണിറ്റ് പ്രൈസ് ഫോർ ദ ബേസ് പീരീഡ് 0. ആ കമോഡിറ്റി എയിലെ ബേസ് പീരീഡിൽ അതിൻ്റെ പ്രൈസ് എത്രയാണ്. അപ്പോൾ ഇവിടെ I ആയിട്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് PNI എന്ന് പറയുന്നത് റെപ്രസെൻറ്റ്സ് ദ യൂണിറ്റ് പ്രൈസ് ഓഫ് കമോഡിറ്റി I ഫോർ ദ കറണ്ട് പീരീഡ് N. അപ്പം ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. എക്സാമ്പിൾ 5 നോക്കിയേ. With reference to example above, what will happen to the index number of year 2000 if the commodities are used in different weights? Commodities different weights ലാണെങ്കിൽ അതിൻ്റെ index number of year 2000, what will happen to the index number for year 2008 if the 2008 എന്ന് അവിടെ പറഞ്ഞിട്ട്, ഇവിടെ 2000 എന്ന് പറഞ്ഞാൽ ബേസ് പീരീഡ് ആണ് ചെയ്യേണ്ടത്, 2008 ആണ്, അത് അവർക്ക് തെറ്റിപ്പോയതാണ്. വിത്ത് റെഫറൻസ് ഓഫ് എക്സാമ്പിൾ above, what will happen to the index number for year 2008 if the commodities are used in different weights? അപ്പം ഇവിടെ കമോഡിറ്റി തന്നിട്ടുണ്ട് ABCD എന്ന് പറഞ്ഞ് 4 കമോഡിറ്റി തന്നിട്ട് 4നും 4 വെയിറ്റ് ആണ്. എയുടെ കമോഡിറ്റിക്ക് 100 വെയിറ്റ്സ് ഉണ്ടെങ്കിൽ ബിക്ക് 20 ഉള്ളൂ, സിക്ക് 15 ഉള്ളൂ, ഡിക്ക് 50. അങ്ങനെ 4ഉം 4 വെയിറ്റിലാണ്. യൂണിറ്റ് പ്രൈസ് ഇൻ 2000, ദാറ്റ് ഈസ് ബേസ് പീരീഡ് P0. P0യിൽ ഓരോന്നിൻ്റെ യൂണിറ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. 2008ലും അതിൻ്റെ ബേസ് പീരീഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? IN എന്ന് പറയുമ്പം 2008 ഈക്വൽ ടു സമ്മേഷൻ ഓഫ് PN QI ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് P0 QI ഇൻറ്റു 100 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സമ്മേഷൻ ഓഫ് PN QI എന്ന് പറയുമ്പോൾ എന്താ? 2008 കമോഡിറ്റി എയുടെ ആദ്യം എടുക്കുക, പിന്നെ കമോഡിറ്റി ബിയുടെ, പിന്നെ കമോഡിറ്റി സി. അപ്പോൾ കമോഡിറ്റി എയുടെ കണ്ടിട്ട് പ്ലസ് കമോഡിറ്റി ബി പ്ലസ് കമോഡിറ്റി സി പ്ലസ് കമോഡിറ്റി ഡി, അതാണ് ചെയ്യുക അല്ലേ. അപ്പോൾ സമ്മേഷൻ ഓഫ് PN ഇൻറ്റു QI നോക്കിക്കേ, ഇവിടെ നോക്കിയേ, യൂണിറ്റ് ഇയർ 3.8 കമോഡിറ്റി എയുടെ ആണെങ്കിൽ 3.8 ഇൻറ്റു 3.20 കമോഡിറ്റി AI പ്ലസ് ചെയ്യുന്നു. ദെൻ അടുത്ത 2.1 ഇൻറ്റു 1.70 ബിയുടെ കമോഡിറ്റി പ്ലസ് അടുത്ത 149.50 ഇൻറ്റു 148. സോറി ബേസ് ഇയറുമായിട്ടല്ല, അത് മിസ്സിന് തെറ്റിയതാണേ. 2008 പ്രൈസ് മനസ്സിൽ കൊണ്ടുവരും, ടേബിളിൽ നോക്കുക, ക്വാണ്ടിറ്റി നോക്കുക. ക്വാണ്ടിറ്റിയുമായിട്ടല്ലയോ നമ്മുടെ സമ്മേഷൻ ഓഫ് PN ഇൻറ്റു QI അല്ലേ. അപ്പം 3.8 കമോഡിറ്റി എ ആണെങ്കിൽ 3.8 ഇൻറ്റു 100 പ്ലസ് കമോഡിറ്റി ബിയുടെ 2.1 ഇൻറ്റു 20 പ്ലസ് കമോഡിറ്റി സിയുടെ 149.50 ഇൻറ്റു 15 പ്ലസ് 45 ഇൻറ്റു 50. അപ്പം സമ്മേഷൻ ഓഫ് PN QII ഡിവൈഡഡ് ബൈ, ഇനി സമ്മേഷൻ ഓഫ് P0 QI. P0 എന്ന് പറയുന്നത് ബേസ് പീരീഡ് 2000. അപ്പോൾ അവിടെ എങ്ങനെ വരും? 3.20 ഇൻറ്റു 100 പ്ലസ് 1.70 ഇൻറ്റു 20 പ്ലസ് 148.10 ഇൻറ്റു 15 പ്ലസ് 34 ഇൻറ്റു 50 ദെൻ ഇൻറ്റു 100.
ദെൻ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1115 എന്ന് കിട്ടും. അപ്പോൾ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡിൻ്റെ ഇക്വേഷൻ, നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ് എന്താണ്? സമ്മേഷൻ ഓഫ് PNQi ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് P0Qi ഇൻറ്റു 100. അപ്പോൾ ഈ എക്സാമ്പിളൂടെ നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ദെൻ ഈ തന്നിരിക്കുന്ന ഈ ജസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു വിട്ടേക്കണേ. ഈ ലാസ്റ്റ് സ്പേസ് ഇൻഡെക്സ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ പോലും മിസ് ജസ്റ്റ് അങ്ങ് പറഞ്ഞു വിടാം കേട്ടോ. ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യം അതിനകത്ത് നമ്മുടെ സിലബസിലില്ല. എനിവേ മിസ് പറഞ്ഞു വിടാം. നോക്കിയേ, ലാസ്റ്റ് സ്പേസ് ഇൻഡെക്സ് in a special case of the fixed quantity weights considered for base period usage, the weighted aggregative index known by a new name last space index. അതായത് ഇതിൻ്റെ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സാണ്. വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ് നമ്മൾ പഠിച്ച എക്സാമ്പിളിൽ 4 കമ്മോഡിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ 4നും 4 വെയിറ്റ് ആയിരുന്നു അല്ലേ. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില സ്പെഷ്യൽ കേസസിൽ ക്വാണ്ടിറ്റിയുടെ വെയിറ്റ് ഫിക്സഡ് ആയിരിക്കും. അതായത് ഇപ്പോൾ 4 കമ്മോഡിറ്റി ഉണ്ടെങ്കിൽ 4നും സെയിം വെയിറ്റ് പീരീഡ് ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അതിനെയാണ് ലാസ്പിയേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. In 1871, French economist Laspierre recommended that the quantities of commodities consumed in base year shall be taken as weights for the purpose of calculating index number. According to him, the weighted aggregative index is considered as follows. അദ്ദേഹത്തിൻ്റെ തിയോറി അനുസരിച്ച് വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഇൻഡെക്സ് നമ്പർ ഇൻ ടൈം പീരീഡ് n, ദാറ്റ് ഈസ് IN ലാസ്പിയേഴ്സ് എന്നുള്ളതിൻ്റെയാണ് ഈ LA എഴുതിയേക്കുന്നത് കേട്ടോ. LA അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത അഗ്രിഗേറ്റീവ് മെത്തേഡ്, വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്, ദാറ്റ് ഈസ് ലാസ്പിയേഴ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് അത് കണ്ടുപിടിച്ച്. സോ അതുകൊണ്ടാണ് ആ പേര് വന്നത്. IN സൂപ്പർസ്ക്രിപ്റ്റിൽ LA ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് PNi ഇൻറ്റു Q0i, അതായത് ബേസ് പീരീഡിലുള്ള അവരുടെ വെയ്റ്റ്. പുതിയൊരു വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. ബേസ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു പർട്ടിക്കുലർ വെയിറ്റ് തന്നിരിക്കുകയാണ്. ആ വെയിറ്റിനനുസരിച്ചുള്ള കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് Q0i വന്നത്. Q0 ഉദ്ദേശിക്കുന്നത് ബേസ് പീരീഡിലെ അവരുടെ ക്വാണ്ടിറ്റി. അതുകൊണ്ടാണ് സമ്മേഷൻ ഓഫ് PNi ഇൻറ്റു Q0i ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് P0i ഇൻറ്റു Q0i ഇൻറ്റു 100 എന്ന് കൊടുത്തേക്കുന്നത്. ദെൻ INLA എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് ഇൻഡെക്സ് യൂസിങ് ലാസ്പിയേഴ്സ് മെത്തേഡ്. Q0i എന്ന് പറഞ്ഞാൽ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് യൂസേജ് ഫോർ കമ്മോഡിറ്റി ഇൻ ബേസ് പീരീഡിലെ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി യൂസേജ്. P0i എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് യൂണിറ്റ് പ്രൈസസ് ഫോർ ബേസ് പീരീഡ് 0. പിന്നെ PNi എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് യൂണിറ്റ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി I ഫോർ ദ കറണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ലാസ്പിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് പഠിച്ച് ബേസ് പീരീഡിലെ ക്വാണ്ടിറ്റി വെച്ചിട്ട് എങ്ങനെ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ് കാണാം. എന്നാൽ പാസ്കെ ഇൻഡെക്സിൽ അദ്ദേഹം പറയുന്നത് കറണ്ട് ഇയറിലെ, അതായത് 2000ഉം 2008ഉമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 2000 എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് പീരീഡായിട്ട് കൺസിഡർ ചെയ്യും, 2008 കറണ്ട് ഇയർ ആയിട്ട്. അപ്പം ലാസ്പിയേഴ്സ് നമ്മൾ പഠിച്ചു 2000 ബേസ് പീരീഡിലുള്ള ക്വാണ്ടിറ്റി വെച്ചിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. പാസ്കയുടെ അടുത്ത് പഠിക്കാൻ പോകുന്നത് കറണ്ട് പീരീഡ് 2008ലെ ക്വാണ്ടിറ്റി കൺസ്യൂംഡ് വെച്ച് എങ്ങനെ നോക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. അവിടെ സമ്മേഷൻ ഓഫ് PNi ഇൻറ്റു Q0i ബൈ സമ്മേഷൻ ഓഫ് P0i ഇൻറ്റു Q0i ഇൻറ്റു 100 എന്നുള്ളതിന് പകരം പാസ്ക വരുമ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ മാറും? INPA, പാസ്കയുടെ ആണ് ഈ PA, INPA ഈക്വൽ ടു സമ്മേഷൻ ഓഫ് PNi ഇൻറ്റു QNi, ദാറ്റ് ഈസ് QNi വന്നത് എന്താ? കറണ്ട് ടൈം പീരീഡിലെ ക്വാണ്ടിറ്റി കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് P0i ഇൻറ്റു QNi ഇൻറ്റു 100. അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ മറ്റേ നമുക്ക് എളുപ്പമാണ്. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ലാസ്റ്റ് സ്പേസ് ഇൻഡെക്സും പാസ്കെ ഇൻഡെക്സും വെച്ചിട്ടുള്ള എക്സാമ്പിളാണ്. അത് സമയമില്ലാത്തതുകൊണ്ട് മിസ് പറയുന്നില്ല, നിങ്ങളത് നോക്കി ചെയ്താൽ മതി. ക്വാണ്ടിറ്റി വെയ്റ്റ്സ് 2 കൊടുത്തിട്ടുണ്ട്. ഇയർ 1987ഉം ഇയർ 2015. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമേ. ക്വാണ്ടിറ്റി വെയ്റ്റ്സ് എന്ന് പറയുമ്പം 2 തന്നു. ഇയർ 1987ലെ ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി വെയ്റ്റ് തന്നു, ഇയർ 2015ലേയും തന്നു. യൂണിറ്റ് പ്രൈസും അതേപോലെ തന്നു, 1987ഉം 2015ഉം. അപ്പം 1987 ഇയറാണ് നമ്മുടെ ബേസ് പീരീഡ് P0, 2015 ആണ് കറണ്ട് ഇയർ. അപ്പം ലാസ്റ്റ് പേ ആണെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണം? 2015ലെ ഇയർ പ്രൈസും എടുക്കണം, പിന്നെ
1987 ക്വാണ്ടിറ്റീവ് എടുക്കണം. അപ്പോൾ എങ്ങനെ വരും? 10.92 ഇൻറ്റു 5416 പ്ലസ് 6.16 ഇൻറ്റു 15293 പ്ലസ് 5.13 ഇൻറ്റു 21287 പ്ലസ് 8.10 ഇൻറ്റു 9473 ഡിവൈഡഡ് ബൈ പിന്നെ ബേസ് ഇയർ ഇൻറ്റു അത് ഇൻറ്റു 100. എന്നാൽ പാസ് കെ വരുമ്പോൾ എന്ത് വരും? 2015 വെയിറ്റ് എടുക്കണം. ദാറ്റ് ഈസ് 6015 20262 17832 8804. അത് ആ ക്വാണ്ടിറ്റി വെച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അത് രണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമേ. ദെൻ അടുത്ത ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ്. ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ് നോക്കിയേ. ദിസ് ഇൻഡെക്സ് കാൽക്കുലേഷൻ ഗീവ്സ് ദ ജോമെട്രിക് മീൻ ഓഫ് ലാസ്പേസ് ആൻഡ് പാസ്കെ മെത്തേഡ്. ലാസ്പേസിൻ്റെയും പാസ്കെ മെത്തേഡ്സിൻ്റെയും ജോമെട്രിക് മീൻ ഈ ഇൻഡെക്സ് കാൽക്കുലേഷനിൽ കൂടി നമുക്ക് കിട്ടുന്ന എന്താണ്? അപ്പോൾ ഓരോന്നിൻ്റെ പേര് ഓർത്ത് വെക്കുക. ഇപ്പം നിങ്ങൾക്ക് ഈ പറയണ പോലെ MCQ ആയതുകൊണ്ട് ഏത് രീതിയിലാണ് ചോദിക്കുന്നതെന്ന് ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പം ചിലപ്പം ഇങ്ങനെ 1 മാർക്കിനൊക്കെ ഇതൊക്കെ ചോദിക്കാം. ഈ ഫിഷേഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഇൻഡെക്സ് കാൽക്കുലേഷൻ ഗീവ്സ് ദ ജോമെട്രിക് മീൻ ഓഫ് ലാസ്പേസ് ആൻഡ് പാസ്കെ മെത്തേഡ്. 3-4 ഓപ്ഷൻസും തരും. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം അതെന്താണ്? ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡാണ്. ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡിൻ്റെ നോക്കിക്കേ. ഇൻഡെക്സ് നമ്പർ ഇൻ ടൈം പീരീഡ് n ഈക്വൽ ടു INF ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സമ്മേഷൻ ഓഫ് P1 Q0 ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് P0 Q0 into summation of P1 Q1 divided by summation of P0 Q1 into 100. ഇവിടെ 0യും 1ലും തന്നേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ദെൻ അടുത്ത മാർഷാൾ എഡ്ജ്വർത്ത് മെത്തേഡ്. അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതൊന്നും നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒന്നും എക്സാമ്പിൾ ഇവിടെ കൊടുക്കാൻ, ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അതിൻ്റെ അകത്ത് എന്താ പറയുന്നത്? മാർഷാൾ എഡ്ജ്വർത്ത് മെത്തേഡിൽ The statisticians duo Marshall and Edgeworth proposed that index number is to be calculated by taking average of the base year and the current year. മാർഷാൾ എഡ്ജ്വർത്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവർ രണ്ടും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഇൻഡെക്സ് നമ്പറിനെ നമുക്ക് എങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാമെന്ന്, ബേസ് ഇയറിൻ്റെയും കറണ്ട് ഇയറിൻ്റെയും ആവറേജ് വെച്ചിട്ടും കാൽക്കുലേറ്റ് ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് അതിൻ്റെ ഇക്വേഷൻ അപ്പോൾ എങ്ങനെ വരും? ഇൻഡെക്സ് നമ്പർ ഇൻ ടൈം പീരീഡ് n ഈക്വൽ ടു INME. ME സൂപ്പർസ്ക്രിപ്റ്റിൽ ME എന്ന് പറഞ്ഞാൽ മാർഷാൾ എഡ്ജ്വർത്ത് മെത്തേഡ്, ദാറ്റ് ഈസ് ME. മാർഷാളിൻ്റെ M, എഡ്ജ്വർത്തിൻ്റെ E, അതാണ് INME ഈക്വൽ ടു എന്താണ്? സമ്മേഷൻ ഓഫ് PN ഇൻറ്റു Q0 പ്ലസ് QN ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് P0 ഇൻറ്റു Q0 പ്ലസ് QN ഇൻറ്റു 100. എല്ലാ ഇക്വേഷൻസും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അടുത്ത വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ്സ്. നേരത്തെ സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സ് കണ്ട പോലെ തന്നെ വെയ്റ്റഡ് ആവറേജസ് ഓഫ് റിലേറ്റീവ്. അത് നോക്കിയേ. ദിസ് മെത്തേഡ് മേക്ക് യൂസ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ് when the base and current price of a number of commodities with varying weight or quantities are given. ബേസിലേതും വെൻ ദ ബേസ് ആൻഡ് കറണ്ട് പ്രൈസ്, ബേസ് പ്രൈസും കറണ്ട് പ്രൈസും കമോഡിറ്റിയുടെ വേരിയിങ് വെയ്റ്റിനനുസരിച്ച് എങ്ങനെ നമുക്ക് റിലേറ്റീവ്സ് കണ്ടുപിടിക്കാം. ദെൻ ദിസ് മെത്തേഡ് ഓഫ് കൺസ്ട്രക്ട് ഇൻഡെക്സ് നമ്പർ ഇൻ റെക്കമെൻഡഡ്. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഇൻഡെക്സ് നമ്പർ ഇൻ ടൈം പീരീഡ് n ഈക്വൽ ടു IN, വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് ഓഫ് റിലേറ്റീവ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? IN ഈക്വൽ ടു സമ്മേഷൻ ഓഫ് PN ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു Q0 ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് P0 ഇൻറ്റു Q0 ഇൻറ്റു 100. ഈ ഇക്വേഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ബോക്സ് ആക്കി എഴുതിയിടണം കേട്ടോ. ഇൻഡെക്സ് നമ്പർ ഇൻ ടൈം പീരീഡ് n ഈക്വൽ ടു IN ഈക്വൽ ടു സമ്മേഷൻ ഓഫ് PN ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു Q0 ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് P0 ഇൻറ്റു 100. ദെൻ അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ തന്നേക്കുന്നത്. വെയിറ്റ് തന്നിട്ടുണ്ട്, പ്രൈസ് ഇൻ യൂണിറ്റ്. 1997 എന്നുള്ളത് ബേസും 2001 എന്നുള്ളത് കറണ്ട് പ്രൈസും. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ ചെയ്യുമ്പം ആദ്യം ക്വാണ്ടിറ്റി Q0 എന്ന് പറയുന്നതാണ് 14, 20, 35, 15. റൈസ്, വീറ്റ്, പൾസ്, മിൽക്കിൻ്റെ റെസ്പെക്റ്റീവായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രൈസ് പെർ യൂണിറ്റ് ഓരോ ഇയറിലെയും. P0 എന്ന് പറയുന്ന ബേസ് ഇയർ 1997, അത് അങ്ങോട്ട് എടുത്തെഴുതുക. 2001 എന്ന് പറയുന്ന കറണ്ട് ഇയർ, അതെടുത്ത് എഴുതുക. ദെൻ അടുത്ത നമ്മുടെ ഇക്വേഷനിൽ എന്തൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സമ്മേഷൻ ഓഫ് PN ബൈ P0 ഇൻറ്റു Q0. അപ്പോൾ ആദ്യം PN ബൈ P0 കാണണം. അടുത്ത കോളത്തിൽ P0 ഇൻറ്റു Q0 കാണണം.
പിന്നല്ലേ സമ്മേഷൻ കാണാൻ പറ്റൂ. അപ്പോൾ നോക്കിക്കേ, അപ്പം അടുത്ത കോളം എന്ത് ചെയ്യണം? പ്രൈസ് റിലേറ്റീവ് ബേസ് പീരീഡ് 1997, ദാറ്റ് ഇസ് PN/P0. ഓരോന്നിൻ്റെയും PN/P0 കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അതിന് ശേഷം വാല്യൂ വെയ്റ്റ്സ്, ദാറ്റ് ഈസ് P0 ഇൻറ്റു Q0. ടാബിൾ കോളത്തിൽ ഓരോന്ന് സെപ്പറേറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ദെൻ P0 ഇൻറ്റു Q0 ഓരോന്നിൻ്റെയും കാണുക. ദെൻ സമ്മേഷൻ ഓഫ് P0 Q0 നമുക്കുണ്ട്. സോ നമ്മൾ അവസാനം 1260 പ്ലസ് 600 പ്ലസ് 770 പ്ലസ് 750 ചെയ്യുമ്പം 3380 കിട്ടും. ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് P0 Q0. ദെൻ അതിനുശേഷം സമ്മേഷൻ ഓഫ് PN ഇൻറ്റു P0 ഇൻറ്റു Q0 അത് കാണാൻ വേണ്ടി PN/P0യുടെ ടാബിൾ കോളം ഇൻറ്റു വാല്യൂ വെയ്റ്റ്സ് P0 ഇൻറ്റു Q0 അത് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് കണ്ടിട്ട് അതിൻ്റെ സമ്മേഷൻ കാണും. പിന്നെ എളുപ്പമല്ലേ, ഇക്വേഷനിലേക്ക് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. കൺസ്ട്രക്ഷൻ്റെ അകത്ത് നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓരോന്നിൻ്റെയും ഇക്വേഷൻസ് മനസ്സിലാക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി അടുത്ത ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്, ടെസ്റ്റ് adequacy of index number. അതിൽ ടൈം റിവേഴ്സൽ ടെസ്റ്റ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. ടെസ്റ്റ് ഓഫ് adequacy of index numbers നോക്കിക്കേ. As discussed in 6.3, there are many methods to construct an index number അല്ലേ. ഇൻഡെക്സ് നമ്പർ നമ്മൾ പഠിച്ചു. ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. The important thing to construct is the appropriate method for constructing index number for the data analysis. It is essential for testing the consistency of a good index number. The following tests are available for checking the adequacy of index number. ഇതിൻ്റെ അകത്ത് എന്താ പറയണേ, ഈ ടെസ്റ്റ് ഓഫ് ആഡിക്വസി ഓഫ് ഇൻഡെക്സ് നമ്പറിൻ്റെ അകത്ത് നമ്മൾ ഇൻഡെക്സ് നമ്പറിൻ്റെ ആഡിക്വസി ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് വൺ യൂണിറ്റ് ടെസ്റ്റ്, സെക്കൻഡ് വൺ ടൈം റിവേഴ്സൽ ടെസ്റ്റ്, തേർഡ് വൺ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്, ഫോർത്ത് വൺ സർക്കുലർ ടെസ്റ്റ്. യൂണിറ്റ് ടെസ്റ്റ്, ടൈം റിവേഴ്സൽ ടെസ്റ്റ്, ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്, സർക്കുലർ ടെസ്റ്റ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ടൈം റിവേഴ്സൽ ടെസ്റ്റാണ്. അത് ജസ്റ്റ് നോക്കി. ടൈം റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറയുമ്പം ദ ടൈം റിവേഴ്സൽ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് വെദർ ദ മെത്തേഡ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് ഇൻഡെക്സ് നമ്പർ വിൽ വർക്ക് വിത്ത് എനി കൺസിഡറേഷൻ ഓഫ് ടൈം പീരീഡ്. This test says that the method used should give the same ratio between one point or another for comparison, no matter which time period is taken as base period. But time reversal test എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? Whether the method of constructing index number will work with any consideration of time period. നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഇൻഡെക്സ് നമ്പർ ഏതൊരു ടൈം പീരീഡ് കൺസിഡർ ചെയ്താലും അതിൽ വർക്കാകുമോ എന്നുള്ളതാണ് അവർ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. ബേസ് പീരീഡ് ഏതാണെന്നുള്ളത് ഇവിടെ ഇഷ്യൂ അല്ല. അപ്പോൾ നോക്കിക്കേ, ബേസിക്കലി ഇഫ് ദ ടൈം സബ്സ്ക്രിപ്റ്റ് P0 ആൻഡ് PN, ദാറ്റ് ഈസ് ബേസ് പീരീഡ് P0, കറണ്ട് പീരീഡ് PN, ഓഫ് എ പ്രൈസ് ഓർ ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ ആർ ഇന്റർചേഞ്ചബിൾ, then the resulting price or quantity relative should be reciprocal for the original price or quantity relative. That is, P0 represents the price of wheat in year 2013 and P1 represent price in year 2018. അപ്പം then P01 into P10 equal to 1. Here P01 is the index number for current year 1 on the basis of year 0 and P10 is the index for year 0 based on year 1. അത് മിസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമല്ല, ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ദെൻ ക്ലിയർലി ദിസ് ടെസ്റ്റ് ഓഫ് ആഡിക്വസി കനോട്ട് ബി ടെസ്റ്റഡ് ഓൺ ലാസ്പിയസ് മെത്തേഡ് ഓർ പാസ്കെ മെത്തേഡ്. ഈ ആഡിക്വസി മെത്തേഡ് ലാസ്പിയസ് മെത്തേഡിലോ പാസ്കെ മെത്തേഡിലോ നമ്മൾ ടെസ്റ്റ് ചെയ്തില്ല. ബിക്കോസ് ദിസ് ടെസ്റ്റ് കനോട്ട് ബി ടെസ്റ്റഡ് ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മേഷൻ ഓഫ് P1 Q0 ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് P0 Q0 ഇൻറ്റു സമ്മേഷൻ ഓഫ് P0 Q1 ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് P1 Q1 നോട്ട് ഈക്വൽ ടു 1. അതുകൊണ്ടാണ് അതിൽ എന്ത് ചെയ്യാത്തത്,
കൺസിഡർ നമ്മൾ അതിൽ ടെസ്റ്റ് ചെയ്യാത്തത്. ഓൾസോ ദ പാസ്കെ മെത്തേഡ് ഓഫ് ഇൻഡെക്സ് നമ്പർ കനോട്ട് ബി ടെസ്റ്റ് ഫോർ ആഡ്ക്വസി യൂസിങ് ദിസ് ടെസ്റ്റ്. പാസ്കെ മെത്തേഡും ഇതിൽ ഉപയോഗിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താ? സമ്മേഷൻ ഓഫ് P1 Q1 ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് P0 Q1 ഇൻറ്റു സമ്മേഷൻ ഓഫ് P0 Q0 ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് P1 Q0 നോട്ട് ഈക്വൽ ടു 1. അതും 1നോട് ഈക്വൽ അല്ല. അതുകൊണ്ട് whether the Fisher's ideal index number satisfies the time reversal test. പക്ഷെങ്കിൽ ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമ്പിളോടെ നോക്കിക്കേ. കാൽക്കുലേറ്റ് ഫിഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഫോർ എ ഗിവൺ ഡേറ്റ ആൻഡ് വെരിഫൈ ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ടൈം റിവേഴ്സൽ ടെസ്റ്റ്. പ്രൈസ് വന്നിട്ടുണ്ട് 2008ലെയും 2012ലെയും. ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് 2008, 2012. ഇനിയും ഫിഷേഴ്സിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ദെൻ അതനുസരിച്ച് ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. P0 എന്ന് പറയുന്നത് പ്രൈസ് ഇൻ 2008, P1 എന്ന് പറയുന്നത് 2012 ടൈം പീരീഡ്. ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ 2008 എന്ന് പറയുമ്പോൾ Q0, 2012 എന്ന് പറയുമ്പോൾ Q1. അതനുസരിച്ച് ഫിഷേഴ്സ് മെത്തേഡിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഓരോന്നും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ഫൈനലി അതിൻ്റെ സമ്മേഷൻ കണ്ടിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടൈം ഇതിലേക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യും. അത് ഫൈനലി നമ്മൾ ടൈം പീരീഡ് ചെയ്ത് നോക്കുമ്പോൾ 1നോട് ഈക്വൽ ആണോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ടൈം റിവേഴ്സൽ ടെസ്റ്റ് ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പറിൽ വർക്കാകും എന്ന് നമുക്ക് മനസ്സിലാവും. അത് ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നോട്ട്സ് പ്രോപ്പറായിട്ട് എഴുതുക. ഓരോന്നും ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ കൊടുത്ത് ഇക്വേഷൻ ബോക്സിലാക്കി എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.